അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ത്യാഗത്തിന്റെ മറുപദമാണ് ഹിജ്റ. പശിമ പറ്റിയ മക്ക മണ്ണിൽ വിശ്വാസികൾക്കിനി വളർച്ചയില്ലെന്ന് ഉറപ്പായതോടെയാണ് ഹിജ്റ എന്ന മഹാത്യാഗം നബി തങ്ങൾ നിറവേറ്റുന്നത്. യസ്രിബ്, അഖബ ഉടമ്പടിയോടെ ഇസ്ലാമിന്റെ പുതിയ വിളഭൂമിയെന്ന് തെളിഞ്ഞു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളവരോട് ഓരോരുത്തരോടായിട്ട് അങ്ങോട്ട് പോകാൻ നബി തങ്ങൾ നിർദ്ദേശിച്ചു. ഇന്നോളം സമ്പാദിച്ചതെല്ലാം മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് മിക്കവരുടെയും യാത്ര. ജനിച്ച നാടും കൂടും കുടുംബവും എല്ലാം വിട്ടുപോകുമ്പോഴുണ്ടാകുന്ന മാനസിക വിഷമം എല്ലാവരുടെയും മുഖത്ത് തെളിഞ്ഞു കാണും. അഖബ ഉടമ്പടിക്കടുത്ത ദിവസം തന്നെ ഖുറൈശികൾക്ക് വാർത്ത ചോർന്നു കിട്ടിയിരുന്നു. ദുൽഹജ്ജ് 13 തന്നെ മദീനക്കാരുടെ ക്യാമ്പിൽ ഖുറൈശികൾ ഒത്തുകൂടി വിവരങ്ങൾ തിരക്കി. ഇന്നലെ രാത്രി ഒരു മക്കക്കാരനുമായി നിങ്ങൾ സന്ധി ചെയ്തിട്ടുണ്ടോ? അവിടെയുള്ള മിക്ക ജനങ്ങൾക്കും അഖബ ഉടമ്പടിയെപ്പറ്റി ഒന്നും അറിഞ്ഞിരുന്നില്ല. അവർ സംഗതി പാടെ നിഷേധിച്ചു. കൂട്ടത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു ബനി സലൂൽ എന്നവർ പറഞ്ഞു, ഖസ്റജ്കാർ എന്നോടൊന്നും പറയാതെ അന്വേഷിക്കാതെ ഒരു കാര്യവും ചെയ്യില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പൂർണ്ണമായും തൃപ്തരാവാതെ മടങ്ങിയ മക്കക്കാർ വളരെ പെട്ടെന്ന് തന്നെ വേറെ വഴിയിലൂടെ വിവരം അറിഞ്ഞു. സന്ധി ചെയ്തവരെ പിന്തിരിപ്പിക്കാനെത്തിയ ഖുറൈശികൾക്ക് അവരെല്ലാം മക്ക വിട്ടെന്ന വാർത്തയാണ് കിട്ടിയത്. ഉടനെ തന്നെ ഖുറൈശികൾ അവരെ പിന്തുടർന്നു. എന്നാൽ മറിയാത്രയിൽ തുല്യസമർത്ഥരായ മദീനക്കാർ പിടികിട്ടാത്തത്രയും ദൂരം താണ്ടിയിരുന്നു. മൻളർ ബിനു അംറിനെയും സഅദ് ബിനു ഉബാദ റളിയല്ലാഹു അൻഹുവിനെയും അവർക്ക് പിടിക്കാൻ കഴിഞ്ഞു. മൻളർ റളിയല്ലാഹു അൻഹു അവരിൽ നിന്നും കുതറി ഓടുകയും എന്നാൽ സഅദ് റളിയല്ലാഹു അൻഹുവിനെ അവർ മക്കയിൽ കൊണ്ടുവരികയും ചെയ്തു. എന്നിട്ട് മർദ്ദനം തുടങ്ങി. മുത്തഇം ബിനു അദി എന്നിവർ തനിക്ക് മദീനയിൽ കിട്ടാറുള്ള സംരക്ഷണം പരിഗണിച്ച് സഅദ് റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചു. അതോടെ ഖുറൈശികൾ ഇസ്ലാമിനെതിരെയുള്ള മർദ്ദനത്തിന്റെ കട്ടി കൂട്ടി. പലതരത്തിലും യാത്രകൾ തടസ്സപ്പെടുത്തി ഖുറൈശികൾ. റോമിൽ നിന്നും സത്യം തേടിവന്ന മുസ്ലിമായ ശുഐബ് എന്നവർ കുറഞ്ഞ കാലം കൊണ്ട് ധനികനായതാണ്. തന്റെ യാത്രക്കിടയിൽ ഖുറൈശി കിങ്കരർ വട്ടം ചാടി. അതിസമർത്ഥനായ അസ്ത്രവിദ്യക്കാരനാണ് ശുഐബ്. വഴിമാറിയില്ലെങ്കിൽ ഈ അമ്പുകൾ നിങ്ങളുടെ മാറു തുളക്കും. ശുഐബ് റളിയല്ലാഹു അൻഹു വില്ല് കുലച്ചു. നിങ്ങൾ മക്കയിൽ നിന്നുണ്ടാക്കിയതെല്ലാം മക്കയിൽ തന്നെ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് പോകാം. ഖുറൈശികളുടെ മറുപടി. അമൂല്യരത്നങ്ങൾ അടങ്ങിയ ഒരു കിഴി അവിടെ ഉപേക്ഷിച്ച് ശുഐബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വാഹനം കയറി. ലാഭകരമായ പലായനം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാമർശനത്തിന് അർഹനായി. എല്ലാ വലയങ്ങളും ഭേദിച്ച് വിശ്വാസികൾ മദീനയിലെത്തി. മക്കയിൽ ഇനി റസൂലും അബൂബക്കറും അലിയും ഏതാനും ബന്ധനസ്ഥരും സ്ത്രീകളും മാത്രമേയുള്ളൂ. അങ്ങനെ പ്രവാചക ഗേഹത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി ഇറങ്ങി. ഹിജ്റയ്ക്ക് നേരമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറെടുത്തു കഴിഞ്ഞു. പല പ്രവാചകന്മാരും ഹിജ്റ പോയിട്ടുണ്ട്. ഇബ്രാഹിം നബി, ലൂത്ത് നബി, മൂസാ നബി, താനും ആ കണ്ണിയിൽ പെടുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറെടുക്കാൻ നിർദ്ദേശം കൊടുത്തു. വീടിനുള്ളിൽ വെളിച്ചം പ്രയാണത്തിനൊരുങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വിരിപ്പിൽ കിടന്നുറങ്ങുക. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല. ഈ ഭാണ്ഡം നിങ്ങൾ ഖുറൈശികൾക്ക് നൽകണം. അവർ എന്നോട് ഇത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. അവ തിരിച്ചേൽപ്പിച്ച ശേഷം നിങ്ങൾക്ക് മദീനയിലേക്ക് വരാം. എന്നിട്ട് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷം പുരട്ടിയ വാളുകൾ നിലാവിൽ ലംഘിച്ചുകൊണ്ട് ഖുറൈശി കിങ്കരന്മാർ പുറത്തു തന്നെ നിൽപ്പുണ്ട്. ഒരു പിടി ചരല് വാരി യാസീനിൽ 9-ാം സൂറത്ത് ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീശിയെറിഞ്ഞു. അത് വന്ന് എല്ലാവരുടെയും കാഴ്ച മറച്ചതിനാൽ അവരെല്ലാം മോഹലസ്യത്തിൽ അകപ്പെട്ടു പോയി. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് കൂടി ഒട്ടകപ്പുറത്ത് നബി തങ്ങൾ യാത്രയായി. ആദ്യം മക്ക മദീന വഴിയിലൂടെ നേരെ എതിർദിശയിൽ യാത്ര ചെയ്തു. ചെങ്കുത്തായ സൗർ മല കയറി ഉച്ചിയിലെ ഗുഹയ്ക്കുള്ളിൽ 3 നാൾ തങ്ങൾ തീരുമാനിച്ചു. ഇതേ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന് ചുറ്റും വളഞ്ഞ ഖുറൈശികൾ ഇടയ്ക്കിടെ വീട്ടിലേക്ക് എത്തി നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. നേരം പുലർന്ന് അലി റളിയല്ലാഹു അൻഹു പുറത്തേക്കിറങ്ങിയപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ഉടനെ തന്നെ കുതിരകൾ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ട് വഴിയിലുടനീളം പരിശോധനകൾ നടത്തി. അതിതീവ്ര രഹസ്യമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ പലായനം. ഗുഹയിൽ വസിക്കുമ്പോൾ മുഹമ്മദ് ബിൻ അബൂബക്കർ എന്നവർ പകലിൽ മക്കയിൽ നടന്ന് വാർത്തകൾ ശേഖരിച്ച് രാത്രിയിൽ അത് ഗുഹയിൽ ചെന്ന് വിവരിക്കും. അസ്മാ ബിൻത് അബൂബക്കർ എന്നവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും.
ഇവർക്കു പിറകെ അബൂബക്കർ എന്നവരുടെ ആട്ടിടയൻ ആടുകളെ മേയിച്ച് മല കയറിയിറങ്ങി അവരുടെ കാൽപ്പാടുകൾ മായ്ച്ചു കളയും. അബ്ദുല്ലാഹിബ്നു അരീഖത്ത് എന്നവർ ഒരു മരുഭൂമി വിദഗ്ധനായതുകൊണ്ട് തന്നെ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കുന്നവർക്ക് 100 ഒട്ടകം ഖുറൈശികൾ പ്രഖ്യാപിച്ചു. വിവരം ലഭിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെയും അസ്മാ ബിൻത് അബീബക്കറിനെയും അവർ മർദ്ദിച്ചു. ഫലം നിരാശം. അങ്ങനെ ഒരു സംഘം ഗുഹക്ക് പൂമുഖത്ത് എത്തിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ടു. പേടിച്ചുകൊണ്ട് അദ്ദേഹം നബിയോട് പറഞ്ഞു, നബിയെ, അവരൊന്ന് കുനിഞ്ഞാൽ നമ്മെ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, 2 പേരിൽ മൂന്നാമൻ അല്ലാഹുവായ നിങ്ങൾ എന്തിനു പേടിക്കുന്നു? കുനിയാൻ മുതിർന്ന ഖുറൈശികൾ അവിടെ മുട്ടയിട്ട് അടയിരിക്കുന്ന പ്രാവിനെയും ചിലന്തിവലകളെയും കണ്ടതോടെ അവിടെ ആരുമില്ലെന്ന് മനസ്സിലാക്കി. 3 ദിവസം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹും യാത്ര തുടങ്ങി. രാത്രി യാത്ര, പകൽ മറഞ്ഞിരിക്കൽ, ഇങ്ങനെയാണ് യാത്ര ചെയ്തത്. എല്ലാ അപകടങ്ങളും ഒഴിവാക്കിയെങ്കിലും മക്കൻ യോദ്ധാവ് അവരുടെ തൊട്ടു പിന്നിലെത്തി. ഇപ്പോൾ പിടിക്കും എന്ന അവസ്ഥയായപ്പോൾ പെട്ടെന്ന് തൻ്റെ കുതിരയുടെ കാൽ മണലിൽ പൂണ്ടു. അതിനെ വലിച്ചൂരി പിന്നെയും പിടിക്കാൻ ചെന്നപ്പോൾ ഇതേ അവസ്ഥ. ഈ അവസ്ഥ തുടർന്നപ്പോൾ അയാൾക്കു കാര്യം മനസ്സിലായി. അയാൾ ഇസ്ലാം സ്വീകരിച്ചു. പിറകെ വരുന്നവരെ വഴിതിരിപ്പിച്ചു വിടാം എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം മടങ്ങി. അയാൾക്കൊരു നാൾ കിസ്റയുടെ കിരീടവും മാലയും അണിയിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു. അങ്ങനെ ആ യാത്ര സഫലമായി തുടങ്ങി. റബീഉൽ അവ്വൽ 8-ന് ഖൂബയിൽ എത്തി അവിടെ 4 ദിവസം താമസിച്ചു. അവിടെയാണ് ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി നബി തങ്ങൾ നിർമ്മിച്ചത്. അങ്ങനെ റബീഉൽ അവ്വൽ 12-ന് യസ്രിബിൽ എത്തി. അവിടെയുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം തങ്ങാൻ ഒട്ടകത്തിൻ്റെ കയർ പിടിച്ച് അപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അതിനെ വിടുക, അതിന് പ്രത്യേക നിർദ്ദേശമുണ്ട്. അങ്ങനെ ആളുകൾ ഒട്ടകത്തെ വിട്ടു. ആ ഒട്ടകം ബനൂ നജ്ജാറിനടുത്ത് മുട്ടുകുത്തി. എല്ലാ അന്ധകാരവും തകർത്ത സൂര്യരശ്മിയാണ് ഹിജ്റ. സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ വായു ശ്വസിച്ച് എല്ലാ അടിമത്തങ്ങളിൽ നിന്നും അധീശത്വങ്ങളിൽ നിന്നും ഹിജ്റ വിശ്വാസത്തെ